FCRI ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 1976 നമ്മുടെ രാജ്യത്ത് വന്നത്. അങ്ങനെ കൊണ്ടുവരുന്നതിനൊരു കാരണവുമുണ്ട്, വെറുതെ കൊണ്ടുവന്നതല്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പണം ആൻറ്റി നാഷണൽ പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മതപരിവർത്തനത്തിനുമൊക്കെ ഉപയോഗിക്കുന്നു എന്നൊരു തോന്നൽ രാജ്യത്തുണ്ടാവുകയും കുറേ ശരിയായിരുന്നു. കാരണം തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ആൻറ്റി നാഷണൽ ഇലമെൻസിനുമൊക്കെ ഈ പണം കിട്ടുകയും, പണം കിട്ടിയാൽ പിന്നെ ചെറുപ്പക്കാരെയൊക്കെ മൊബിലൈസേഷൻ എളുപ്പമാണല്ലോ, തോക്ക് വാങ്ങുക. അന്ന് മൊബൈലില്ല 76-കളിൽ. പക്ഷെ മറ്റ് സൗകര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ചെറുപ്പക്കാരെ അധികമായി റിക്രൂട്ട് ചെയ്യുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആ ബില്ല് വന്നത് 76-ൽ. 1976 enacted during the emergency to monitor foreign contribution and hospitality to individuals and voluntary organizations. വ്യക്തികൾക്കും സമൂഹത്തിനും സാമൂഹ്യ സംഘടനകൾക്കും വരുന്ന പണത്തെ കൈകാര്യം ചെയ്യാനാണ് നോക്കിയത്. എന്നാൽ 84-ൽ അമെൻമെൻറ്റ് കൊണ്ടുവന്നു. രജിസ്ട്രേഷൻ ഹോം മിനിസ്ട്രിയുടെ കീഴിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യണം എന്നൊരു ഉത്തരവ് കൊണ്ടുവന്നു. 2010 ആകുമ്പോൾ 1976-ലെ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 5 വർഷത്തേക്കായിരുന്നെങ്കിൽ അത് വീണ്ടും ഇടയ്ക്കിടെ 5 വർഷത്തേക്കാണ് രജിസ്ട്രേഷൻ എന്ന് 2010-ൽ നിയമം കൊണ്ടുവന്നു. പക്ഷേ 2016 ആകുമ്പോൾ വീണ്ടും അമെൻമെൻറ്റ് വരുന്നു. വർഷം തോറും പുതുക്കണം, FCRI രജിസ്ട്രേഷൻ പുതുക്കണം എന്നുള്ള നിയമം വരുന്നു. 18-ൽ വീണ്ടും അമെൻമെൻറ്റ് വരുന്നു. 2018-ൽ വീണ്ടും അമെൻമെൻറ്റ് വരുന്നു. പൊളിറ്റിക്കൽ പാർട്ടീസ് ഓർഗനൈസേഷൻ ഫ്രം ട്രാക്കിംഗ് ഫോറിൻ ഫണ്ട് റിസീവ്ഡ് ഫ്രം ഫോറിൻ ഓണേഡ് ഡൊമസ്റ്റിക് കമ്പനീസ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, രാജ്യത്തേക്ക് വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും കമ്പനികൾക്കും വരുന്ന തുക ഓഡിറ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ അത് നിരീക്ഷിക്കണം എന്നൊരു നിയമം വരുന്നു. 2020 ആകുമ്പോൾ വീണ്ടും അമെൻമെൻറ്റ് വരുന്നു. ഇങ്ങനെ തുടർച്ചയായി വരികയാണ്. 1976-ൽ വന്നു, തുടർന്ന് 2020-ൽ വീണ്ടും അമെൻമെൻറ്റ് വരികയാണ്. 2022-ലെ അമെൻമെൻറ്റിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് 20% കൂടാൻ പാടില്ല എന്നൊരു നിയമം വന്നു. സാധാരണ ചിലപ്പോൾ 50% വരെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എഴുതിയെടുത്തളായി. അപ്പോൾ അത് പറ്റില്ല, 20%-ലപ്പുറം അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് പോകാൻ പാടില്ല എന്നൊരു നിയമം വന്നു. 2026 ആയപ്പോൾ വീണ്ടും നിയമം അത് ഒന്നുകൂടി കർശനമാക്കി. 2026 ജൂൺ 2026-ലായപ്പോൾ അത് കൃത്യമായ ഒരു ബില്ല് വർക്കൗട്ട് ചെയ്തു. ഇപ്പോൾ ഈ ബില്ല് ലോകസഭയിലും രാജ്യസഭയിലും വെച്ച് പാസ്സാക്കണം എന്നുള്ള രീതിയിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും BJP സംഘവും നിൽക്കുന്നത്. പക്ഷേ അകാലിദളിൻ്റെയും DMKയുടെയും ഒക്കെ സപ്പോർട്ട് ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും FCRI ബില്ല് വലിയൊരു തലവേദനയാവുകയാണ്. FCRI ബില്ലിൻ്റെ മറ്റ് ചില പ്രശ്നങ്ങളുള്ളത്, ഒരു റെഗുലേറ്ററി അതോറിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. FCRI വരുന്ന പണം ആ റെഗുലേറ്ററി അതോറിറ്റി ഇനി അത് നിരീക്ഷിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് പണം കിട്ടിയാൽ അത് സബ്ലെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ ആണെങ്കിൽ കൊച്ചു സംഘടനകൾ കൊടുക്കാം. ഒരു വലിയ സന്നദ്ധ സംഘടനയ്ക്ക് ഒരു 10 കോടി രൂപ കിട്ടിയാൽ വേണമെങ്കിൽ ഓരോ കോടി വെച്ച് 4-5 സ്ഥാപനത്തിന് കൊടുക്കാം, ബാക്കി രൂപ അവർ ചിലവാക്കിയാൽ മതി. ഇനി അത് പറ്റത്തില്ല. മുഴുവൻ തുകയും ഏതാണോ മദർ NGO, അതായത് ആർക്കാണോ കിട്ടുന്നത് അവർ തന്നെ മുഴുവൻ തുകയും ചിലവാക്കണം. എന്തെങ്കിലും ഫോർച്ചറിയോ മാൽ പ്രാക്ടീസോ പിടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ അവരുടെ അസറ്റുകളും ടൈപ്പ് ചെയ്യുന്ന പുതിയ നിയമമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ സംഘടനകൾ മാൽ പ്രാക്ടീസ് കാണിച്ചാൽ അവയെ ട്രാൻസ്പെറൻസി ഉള്ള, നല്ല ട്രാക്ക് റെക്കോർഡുള്ള, നല്ല റോഡ് മാപ്പുള്ള സംഘടനകളിലേക്ക് അമാൽഗമേറ്റ് ചെയ്യാനും ഉത്തരവ് വയ്ക്കുന്നു. അപ്പോൾ ഒരുപാട് അപകടങ്ങൾ വരാൻ സാധ്യതയുള്ള നിയമങ്ങൾ ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നത്. എന്തായാലും FCRI വലിയ പ്രതിസന്ധിയാണ്. ഇന്ത്യയിലെ നിരവധി പൊളിറ്റിക്കൽ പാർട്ടീസിൽ കൊച്ചു പ്രാദേശിക പാർട്ടികൾക്കും അതുപോലുള്ള ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്കും പല സന്നദ്ധ സംഘടനകൾക്കും വളരെ വലിയ തിരിച്ചടിയാണ് FCRI ബില്ലിൽ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ. പക്ഷേ അത് പല കാരണങ്ങളാൽ ആ നിയന്ത്രണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം അനുവദിച്ചാൽ അത് ദുർവിനിയോഗം ചെയ്യും. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ള ഒരു കഥയാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് നീ എങ്ങനെ നന്നാവും എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഒരുപാട് പണം പുറത്തുനിന്ന് വരുമ്പോൾ അത് ആൻറ്റി നാഷണൽ ഇലമെൻസിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള പരാതിയിലാണല്ലോ ഇതെല്ലാം തുടങ്ങി ഇവിടെ എത്തിയത്. എന്നാൽ ഫണ്ട് വാങ്ങി മര്യാദയ്ക്കുള്ള പ്രവർത്തനം ചെയ്യുമോ? അതുമില്ല. അപ്പോൾ മനുഷ്യൻ ബേസിക്കലി നന്നാവാത്തതിൻ്റെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. എത്ര നിയമങ്ങളും കർശനമായ റൂൾസും ചട്ടങ്ങളും ആക്റ്റുമെല്ലാം ഉണ്ടായാലും അതിനിടയിലും ഈ പറയുന്ന രാജ്യവിരുദ്ധ, ദേശവിരുദ്ധ,
തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ഒരു സംഘം നടക്കുകയാണ്. എങ്ങനെയാണ് രാജ്യത്തിൻ്റെ ഈ സുരക്ഷയും ജനങ്ങളുടെ ഭീഷണിയില്ലായ്മയും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. അതിനിടയിലാണ് FCRI പൈസയും ഇതിനു വേണ്ടിയിട്ടൊക്കെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ള വാർത്ത വരുന്നത്. അതുകൊണ്ടാണ് കർശനമാകുമ്പോൾ എന്നാൽ യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായി ചെയ്തു പോകുന്ന ഏജൻസികൾക്കും സ്ഥാപനങ്ങൾക്കും കൂടി ഈ ട്രാപ്പിൽ പെടേണ്ടി വരും എന്നുള്ളതാണ് ഒരു വർത്തക മാനകാല യാഥാർത്ഥ്യവും ദുഃഖവും.